ഹായ് വെൽക്കം ബാക്ക് ടു എക്സസ് സ്കിൽ കോർണർ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോൺ കംപ്ലയൻസ് അണ്ടർ ജി എസ് ടി സിനാരിയോയിൽ എന്തൊക്കെയാണ് നമുക്ക് നിയമപരമായിട്ട് നേരിടേണ്ടത്, അതായത് നമ്മൾ പെനാൽറ്റികൾ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് ഇവിടെ ലഭിക്കാൻ പോകുന്നത് കാണാം. നമുക്കിവിടെ ഏറ്റവും വലിയ സിനാരിയോ പറഞ്ഞാൽ ജി എസ് ടി സിനാരിയോയിൽ വരുന്നതെന്ന് വെച്ചാൽ നമുക്കിവിടെ ജയിൽ ശിക്ഷ വരെ ലഭിക്കാനുള്ള വകുപ്പുകളുണ്ട്. അതെങ്ങനെയൊക്കെയാണെന്ന് കാണാം. ഇപ്പോൾ എക്സാമ്പിൾ, ഞാൻ ഒരു ഓഫീസർ എൻ്റെ ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ആളെ തടയോ അല്ലെങ്കിൽ മറ്റുള്ള ആളുടെ ഡ്യൂട്ടിയിൽ എന്തെങ്കിലും പ്രോബ്ലംസ് വരുത്തി കഴിഞ്ഞാൽ, അതേപോലെ ഞാൻ ആൾ വരുമ്പോൾ അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം കീറി കളയോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് എല്ലാം ടാമ്പർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ലഭിക്കാൻ 6 മാസം തടവാണ്. 6 മാസം തടവും പ്ലസ് അതിൻ്റെ ഒപ്പം ഫൈനും ലഭിക്കും. ദാറ്റ് മീൻസ് വളരെ ക്രിട്ടിക്കലായിരിക്കണം നമ്മൾ ഈ സിനാരിയോയിൽ. അതുപോലെ മറ്റൊരു സിനാരിയോ പറഞ്ഞ് ഞാൻ ടാക്സ് വെട്ടിക്കുകയാണ്, ഒരു 50 ലക്ഷം മുതൽ 1 കോടി വരെ ടാക്സ് വെട്ടിക്കുകയാണെങ്കിൽ എനിക്ക് ലഭിക്കാൻ പോകുന്നത് ജയിൽ ശിക്ഷയാണ്. 1 വർഷം നോൺ ബെയിലബിൾ അറസ്റ്റും പ്ലസ് ഫൈനും കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ 1 കോടി മുതൽ 2.5 കോടി വരെ ഞാൻ ടാക്സ് വെട്ടിക്കുകയാണെങ്കിൽ, അടുത്ത സ്ലാബിൽ വെട്ടിക്കുകയാണെങ്കിൽ വിചാരിക്കാം, എനിക്ക് കിട്ടാവുന്ന പോകുന്ന ശിക്ഷ ഞാൻ 3 വർഷം തടവും അതുപോലെ നോൺ ബെയിലബിൾ ഇൻട്രസ്റ്റ്, അതായത് ജാമ്യമില്ലാത്ത വകുപ്പിലാണ് നമ്മൾ 3 വർഷം തടവ് വയ്ക്കുന്നത്, പ്ലസ് ഫൈനും കൊടുക്കണം. പിന്നെ മറ്റൊരു സിനാരിയോ പറഞ്ഞു കഴിഞ്ഞാൽ 2.5 കോടി, അതായത് 2.5 കോടി മുകളിൽ ഞാൻ ടാക്സ് വെട്ടിക്കുകയാണെങ്കിൽ, സർക്കാരിൻ്റെ ടാക്സ് വെട്ടിക്കുകയാണ്, അത് കളക്ട് ചെയ്തിട്ട് ടാക്സ് അടയ്ക്കാതിരിക്കുക, അങ്ങനെ മറ്റ് പല സിനാരിയോയിലും ടാക്സ് വെട്ടിക്കുമ്പോൾ എനിക്ക് കിട്ടാവുന്ന ശിക്ഷ പറഞ്ഞു കഴിഞ്ഞാൽ 5 വർഷത്തെ ജാമ്യമില്ല വകുപ്പിൽ അറസ്റ്റ് ചെയ്യാം, നോൺ ബെയിലബിൾ എല്ലാം അറസ്റ്റ് ചെയ്യാം, അതിൻ്റെ ഒപ്പം ഫൈനും ലഭിക്കും. ഇതാണ് മെയിൻ പ്രിൻസിപ്പൾ ആയിട്ടുള്ള ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള സിനാരിയോ, അതായത് നമ്മൾ പെനാൽറ്റിയിൽ വരാവുന്ന ഏറ്റവും വലിയ സിനാരിയോ. പിന്നെ മറ്റൊന്ന് ലേറ്റ് ഫീസാണ്. നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യാൻ വിട്ടുപോകാൻ വിചാരിക്കും. ദാറ്റ് മീൻസ് ഒരു ദിവസം വൈകി പോയി കഴിഞ്ഞാൽ നമുക്ക് 100 രൂപ വെച്ചിട്ടാണ് ഒരു ദിവസത്തേക്ക് ചാർജ് ചെയ്യുന്നത്. അത് സബ്ജക്റ്റ് ടു മാക്സിമം 5000 രൂപ വരെ ഫൈൻ കിട്ടും. അതേപോലെ ആനുവൽ റിട്ടേൺ നമുക്ക് ഡ്യൂ വരികയാണെങ്കിൽ ഇതുപോലെ 100 രൂപ വെച്ചിട്ടാണ് നമുക്ക് ഫൈൻ വരുന്നത്. പിന്നെ മാക്സിമം വരാവുന്നത് 1/4% ഓഫ് ടേൺ ഓവർ, നമ്മുടെ ടേൺ ഓവറിൻ്റെ ചെറിയ പെർസെൻറ്റേജ് നമ്മൾ പെനാൽറ്റി കൊടുക്കണം. അതേപോലെ വിവിധ തരത്തിൽ ടാക്സ് വെട്ടിച്ചാൽ 10000 രൂപ വരെ വരാണ് നമുക്ക് പെനാൽറ്റി എന്ന് വെച്ചാൽ. സപ്ലൈ ഓർ ഗുഡ്സ്, നമ്മൾ സപ്ലൈ ഗുഡ്സോ ഇൻവോയ്സില്ലാതെ നമ്മൾ അല്ലെങ്കിൽ തെറ്റായ ഇൻവോയ്സിൽ ബില്ല് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വരാൻ ശിക്ഷയാണ് 10,000 വരെ പെനാൽറ്റി ചാർജ് ചെയ്യാം. അതേപോലെ നമ്മൾ സപ്ലൈ ചെയ്യാണ് ഗുഡ്സ് ഇൻവോയ്സിലാണ്ട് സപ്ലൈ ചെയ്താലും നമുക്ക് 10000 രൂപ വരെ ടാക്സ് വരും. പിന്നെ അതുപോലെ ടാക്സ് കളക്ട് ചെയ്തിട്ട് നമ്മൾ സർക്കാരിന് 3 മാസത്തിനുള്ളിൽ സബ്മിറ്റ് ചെയ്തില്ലെന്ന് വിചാരിക്കാം, അതിനും നമുക്ക് 10000 വരെ പെനാൽറ്റി വരാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മളൊരു ഇ കോമേഴ്സ് ഓപ്പറേറ്റർ ആണെങ്കിൽ നമുക്ക് TCS എന്ന് പറഞ്ഞ ടാക്സ് കളക്ഷൻ ഓപ്ഷൻ ഉണ്ട്. ഇത് നമ്മൾ കറക്റ്റായിട്ട് ചെയ്തില്ല അല്ലെങ്കിൽ ഇത് ചെയ്തിട്ട് കറക്റ്റായിട്ട് പേ ചെയ്തില്ലെങ്കിലും 10,000 വരെ നമുക്ക് ടാക്സ് പെനാൽറ്റി വരാം. അതേപോലെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് വിത്തൗട്ട് ആക്ച്വൽ റെസിപ്റ്റ്, നമ്മൾ കറക്റ്റായിട്ടുള്ള ഒരു ഇൻവോയ്സ് കൊടുക്കാതെ നമ്മൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുത്തെന്ന് വിചാരിക്കാം, അതിന് നമുക്ക് പെനാൽറ്റി ലഭിക്കും. പിന്നെ റീഫണ്ട്, നമ്മൾ തെറ്റായ മാതത്തിൽ റീഫണ്ട് ചെയ്യുകയാണെങ്കിൽ, ദാറ്റ് മീൻസ് നമുക്ക് റീഫണ്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് റീഫണ്ട് ചെയ്യുകയാണെങ്കിലും അതിനും നമുക്ക് പെനാൽറ്റി 10,000 വരെ നമുക്ക് ലഭിക്കാം. പിന്നെ മറ്റൊരു ഓപ്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രജിസ്ട്രേഷൻ എടുക്കേണ്ടതാണ്, പക്ഷേ രജിസ്ട്രേഷൻ എടുത്തില്ല, അതിനും പെനാൽറ്റി ഉണ്ട്, 10,000 വരെ പെനാൽറ്റി ഉണ്ട്. പിന്നെ റോങ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ, നമ്മൾ രജിസ്ട്രേഷൻ പർപ്പസിൽ നമുക്കറിയാം ഒരുപാട് ഡോക്യുമെൻറ്റ്സ് നമ്മൾ കൊടുക്കണം, ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം തെറ്റായ രീതിയിൽ കൊടുക്കുകയാണെങ്കിലും നമുക്ക് പെനാൽറ്റി 10000 വരെ ചാർജ് ചെയ്യാം. അതേപോലെ ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുകയാണ്, ഡോക്യുമെൻറ്റ്സ് ഇല്ലാണ്ട് വേ ബില്ലൊന്നും ഇല്ലാതെ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ പോലും 10,000 റുപ്പീസ് വരെ പെനാൽറ്റി വരാം. അപ്പോൾ നമ്മൾ ടേൺ ഓവർ കുറച്ച് കാണിക്കുകയോ കൂട്ടി കാണിക്കുകയോ ചെയ്താലും നമുക്ക് അതിന് പെനാൽറ്റി ഉണ്ട്. ബുക്സ് ആൻഡ് അക്കൗണ്ട്സ്, നമുക്ക് കുറച്ച് ഡോക്യുമെൻറ്റ്സ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യണം, അതായത് പർച്ചേസ് രജിസ്റ്റർ, സെയിൽസ് രജിസ്റ്റർ, മാനുഫാക്ചറിങ് ഡോക്യുമെൻറ്റ്സ്, ഇതെല്ലാം രജിസ്റ്റർ ചെയ്ത് പ്രോപ്പറായിട്ട് അല്ലെങ്കിൽ നമുക്ക് അതിനും പെനാൽറ്റി ലഭിക്കാം. പിന്നെ അതുപോലെ ഇൻവോയ്സുകൾ, നമ്മൾ കറക്റ്റായിട്ട് ഇൻവോയ്സുകൾ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ, ഇൻവോയ്സ് ആൻഡ് ഡോക്യുമെൻറ്റ് ബൈ യൂസിങ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഓഫ് അനദർ പേഴ്സൺ, മറ്റുള്ള ഒരാളുടെ പേരിൽ നമ്മൾ കള്ള ബില്ലുണ്ടാക്കിയാലും നമുക്ക് പെനാൽറ്റി ലഭിക്കാം. പിന്നെ മറ്റൊരു ഫോൾസിഫൈസ് ഓർ സബ്സ്റ്റിറ്റ്യൂട്ട് ഫിനാൻഷ്യൽ റെക്കോർഡ് പ്രൊഡ്യൂസ് ഫേക്ക് അക്കൗണ്ട് ഓർ ഡോക്യുമെൻറ്റ് ഫർണിഷ്, നമ്മൾ മോശമായിട്ടുള്ള റെക്കോർഡുകൾ റിട്ടേൺ ഫയൽ ചെയ്യുകയാണെങ്കിൽ, അതായത് ഫേക്ക് അക്കൗണ്ടാണ് റിട്ടേൺ ഫയൽ ചെയ്യണമെങ്കിലും അതിനും നമുക്ക് പെനാൽറ്റി ലഭിക്കാം. ഇത്രയും പെനാൽറ്റിയിൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഒരു കസ്റ്റമർ കണ്ടിന്യൂസ് ആയിട്ട് 6 മാസമായിട്ട് റിട്ടേൺ ഫയൽ ചെയ്യുന്നില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആളുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ആകും. അതേപോലെ കോമ്പസിഷൻ ഡീലർ, അതായത് കോമ്പൗണ്ട് ചെയ്ത ഡീലറാണെങ്കിൽ 3 ക്വാർട്ടറിൻ്റെ ഉള്ളിൽ ആൾ കണ്ടിന്യൂസ് ആയിട്ട് 3 ക്വാർട്ടറിൻ്റെ ഉള്ളിൽ ആൾ റിട്ടേൺ ഫയൽ ചെയ്തില്ലെങ്കിൽ ആളുടെയും രജിസ്ട്രേഷൻ കട്ടാവാം. പിന്നെ അതുപോലെ തന്നെ രജിസ്ട്രേഷൻ
എടുത്ത് 6 മാസത്തിനുള്ളിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിലും അവിടെ രജിസ്ട്രേഷൻ കട്ടാവാം, അത് ക്യാൻസൽ ആവാൻ സാധിക്കും. പിന്നെ രജിസ്ട്രേഷൻ നമ്മൾ ഒരു റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് രജിസ്ട്രേഷൻ എടുക്കണമെങ്കിലും അതിനും ക്യാൻസൽ ചെയ്യാനുള്ള അധികാരം GST കൗൺസിലുണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ വളരെ കൃത്യമായി ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇനിയുള്ള കാലത്ത് ബിസിനസ് സിനാരിയോയിൽ ചെയ്യാൻ സാധിക്കുള്ളൂ. സോ വളരെ സൂക്ഷിച്ച് ബിസിനസ് ചെയ്താൽ കഴിഞ്ഞാൽ നമ്മുടെ രജിസ്ട്രേഷനോ അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ പെനാൽറ്റി ചെയ്യാതെ നമുക്ക് GST നല്ല ഭംഗിയായിട്ട് ബിസിനസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, ബൈ.